ഫുട്ബോൾ ഫാമിലി പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്നലെ നടന്ന ന്യൂകാസ്റ്റൽ വിസസ് ബാഴ്സലോണ ചാമ്പ്യൻസ് ലീഗിലെ ആദ്യ മത്സരത്തെ കുറിച്ചാണ്. ഇവർ രണ്ടുപേരുടെ ആദ്യ മത്സരമായിരുന്നു. ബാഴ്സലോണയ്ക്ക് എവേ മാച്ച് ആയിരുന്നു ന്യൂകാസ്റ്റൽ യുണൈറ്റഡിന്റെ സെന്റ് ജെയിംസ് പാർക്കിൽ വെച്ച് നടന്ന മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്ക് ബാഴ്സലോണ ജയിച്ചു. നെറ്റിയിട്ടാണ് ബാഴ്സലോണ തുടങ്ങിയത്. ആ ഒരു സെന്റ് ജെയിംസ് പാർക്കിലെ ക്രൗഡും അതേപോലെ ഇവരുടെ ന്യൂകാസ്റ്റൽ യുണൈറ്റഡിന്റെ ആ ഒരു പ്രസ്സിംഗ്, ഗ്രൗണ്ടിലുണ്ടായിരുന്ന പ്രസ്സിംഗ് കാരണം ഒരു 10 മിനിറ്റ് ഇവർക്ക് ആ ഗെയിമിലേക്ക് വരാൻ തന്നെ 10 മിനിറ്റ് ടൈം എടുത്തു. ആ ഒരു ടൈം കൊണ്ട് ന്യൂകാസ്റ്റല് കയറി അങ്ങോട്ട് ഗോൾ അടിക്കാന്ന് വിചാരിച്ചു. പക്ഷേ ഇത് ബാഴ്സലോണയ്ക്ക് ഒരു പുതിയ കാവൽക്കാരുണ്ട്, അത് മനസ്സിലാക്കിയില്ല. ജോൺ ഗാസിയ ചങ്ങായി തന്നെ നമുക്ക് തുടങ്ങാം. എന്ത് പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ എന്നല്ല, ബാഴ്സലോണയിൽ വന്ന ശേഷം ഫസ്റ്റ് വിട്ടാണ് അവരുടെ ഫസ്റ്റ് കളിയാണ് ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിക്കുന്നത്. ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ഫസ്റ്റ് കളി കളിക്കുന്നതിന്റെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ അടിപൊളി കൂളായിട്ട് ആ ഒരു ഡി ബോക്സിലൊക്കെ വരുന്ന ബോളുകൾ ഡൈവ് ചെയ്തെടുക്കുന്നത്, അതേപോലെ ആ 2-3 സേവുകൾ, 5 സേവുകൾ തന്നെ നടത്തുക. കിട്ടലിൽ നിന്നും 2-3 സേവുകൾ ഉണ്ടായിരുന്നു. ഒന്നും പറയാനുള്ള പോലെ ബാഴ്സലോണ ഈ സീസൺ സൈൻ ചെയ്ത 25 മില്യൺ കൊടുത്ത് എസ്പാനിയിൽ നിന്ന് സൈൻ ചെയ്ത ജോൺ ഗാസിയ ഒന്നും പറയാനില്ല. ഗോൾ കീപ്പർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം. എന്തായാലും ഇനി ഫ്യൂച്ചറിലേക്ക് ഒരു 4-5 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷത്തേക്ക് ബാഴ്സലോണ ചങ്ങായിക്ക് പരിക്കുകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഈ ഫോമിൽ തുടരുകയാണെങ്കിൽ ഒരു നാഴികക്കല്ല് തന്നെയാണ്, അതിനൊന്നും പറയാനില്ല. പിന്നെ അടുത്ത നമുക്ക് റാഷ്ഫോർഡിലേക്ക് വരാം. റാഷ്ഫോർഡ് ഇന്നലെ, എനിക്ക് ഈ സീസണിൽ റാഷ്ഫോർഡിനെ സൈൻ ചെയ്ത ശേഷം എന്തിനായിരുന്നു എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നലത്തെ ഫസ്റ്റ് ഹാഫ് നോക്കുമ്പോൾ നിറമങ്ങിയ പോരാട്ടം തന്നെയാണ്. ആള് വിങ്ങുകളിലൂടെ ബോൾ കൊണ്ടുവരും, മെലഡി ബോക്സിന്റെ പുറത്ത് വെച്ചിട്ട് അവരുടെ സ്റ്റേക്കർ മാറ്റി എന്തൊക്കെയോ ഒരു എന്താ പറഞ്ഞാൽ ഒരു കോൺഫിഡന്റ് ഇല്ലായ്മ, ഒരു വെപ്രാളം, അങ്ങനെ ആയിട്ട് ബോൾ അവരുടെ കയ്യിൽ കൊടുക്കും, തിരിച്ചു വരും. അങ്ങനെ ഇരുന്ന് സെക്കൻഡ് ഹാഫിൽ റാഷ്ഫോർഡിന് പകരം ആര് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഹാൻസി ഫ്ലിക്ക് സെക്കൻഡ് ഹാഫ് പോയി കഴിഞ്ഞാൽ അവിടെ എന്താണ് പ്ലേയേഴ്സിന് കൊടുക്കുന്നതെന്ന് അറിയില്ല. പിന്നെ വന്നു കഴിഞ്ഞാൽ ഒരു ബൂസ്റ്റപ്പാണ്. അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങി നിമിഷങ്ങൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഹുണ്ടയുടെ ക്രോസിൽ നിന്ന് ഫസ്റ്റ് ഗോള്. റാഷ്ഫോർഡ് ഫ്രീ ആയിട്ട് പെനാൽറ്റി ബോക്സിന്റെ ഉള്ളിൽ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. ശരിക്കും ന്യൂകാസ്റ്റൽ യുണൈറ്റഡിന്റെ ഒരു പ്ലെയർ റാഷ്ഫോർഡിനെ ശ്രദ്ധിച്ചില്ല എന്ന് പറയാം. അല്ലെങ്കിൽ ഇവനെ എങ്ങനെ ഗോൾ അടിക്കും, ഇവനൊന്നും ഗോൾ അടിക്കാൻ പോകുന്നില്ല മട്ടിലായിരുന്നു ഉണ്ടായിരുന്നു. സൂപ്പർ ഹെഡ്, ഒരു ഗോൾ കീപ്പർക്ക് ഒരു ചാൻസ് ഇല്ലാതെ സുന്ദരമായ ഒരു ഹെഡിലൂടെ ഫസ്റ്റ് ഗോൾ. അപ്പൊ എല്ലാവരും ആ ഒരു ഹെഡിന്റെ നിലവാരം, ഓക്കെ, ഒരു ഫ്രീ ഹെഡർ കിട്ടി, ഓക്കെ, റാഷ്ഫോർഡ് ഫസ്റ്റ് ഗോൾ അടിക്കുന്നു. അതിനുശേഷം ചങ്ങായിയുടെ മെന്റാലിറ്റി തന്നെ മാറി, ആ ഒരു ഫേസിലുള്ള ഇംപ്രഷൻ മാറി. അതൊരു ചിരി എന്ന് പറയുന്നത് ബാഴ്സലോണയിൽ വന്ന ശേഷം ആ ചിരി എന്ന് പറയുന്ന സാധനം കണ്ടിട്ടില്ല. എന്താ പറഞ്ഞാൽ ആൾക്ക് ഇവിടെ തെളിയിക്കാനുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒഴിവാക്കി ഒരു ലോണിൽ ഒരു ടീമിന് കൊടുക്കുമ്പോൾ അവിടെ നിന്ന് തെളിയിക്കാൻ കുറെ കാര്യങ്ങളുണ്ട്. അതിനുവേണ്ടി ആ ഒരു സെക്കൻഡ് ഗോൾ എൻ്റെ മോനോ ആ പെനാൽറ്റി ബോക്സിന്റെ പുറത്ത് വെച്ചിട്ട്, ഈ ബോക്സിന്റെ ബാറിന്റെ പുറത്ത് വെച്ചിട്ട് ന്യൂകാസ്റ്റൽ യുണൈറ്റഡ് 2-3 താരങ്ങളെ വെട്ടിച്ചുകൊണ്ട് ആ ഒരു ബുള്ളറ്റ് ഷോട്ട് വല തുടങ്ങി. ഈ സാധനങ്ങളൊന്നും ബാഴ്സലോണയും കാണാത്താണ്. കഴിഞ്ഞ കളിയിൽ ഫെർമിൻ ലോപ്പസ് അടിച്ചിട്ടുണ്ട് എന്തേ ഒരു സാധനം. അപ്പോ ഇതും ബാഴ്സലോണയ്ക്ക് അടിക്കാൻ അറിയുന്ന പറഞ്ഞ പോലെ എന്ത് ഷോട്ടായിരുന്നു. അതിൽ ഞാൻ റാഷ്ഫോർഡിനോട് നന്ദി പറയുന്നു. ഇന്നലെ 2 ഗോളുകൾ അടിച്ചു, അടിപൊളി. ന്യൂകാസ്റ്റൽ യുണൈറ്റഡിന്റെ ആന്റണി ഗോർഡൻ, അവർക്കാണ് സൂപ്പർ ചാൻസ് ഫസ്റ്റ് ഹാഫിൽ കിട്ടിയത്. ഗോൾഡൻ ചാൻസ് തന്നെ പറയാം. അതിഗംഭീരമായിട്ടാണ് ഗാസിയ ആ ബോൾ സേവ് ചെയ്തത്. അപ്പോൾ ഈ ചങ്ങായി കളി കഴിഞ്ഞ ശേഷം വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്, ഞാൻ ഇങ്ങനെ ഒരു ടീം, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഒരുപാട് ടീമുകളിൽ ഞാൻ എതിർത്തിട്ടുണ്ടെങ്കിലും പക്ഷെ ഇങ്ങനെ ഒരു ടീമിൽ ഞാൻ എതിർത്തിട്ടില്ല. എന്താന്ന് പറഞ്ഞാൽ ബോൾ കൺട്രോൾ ചെയ്യാൻ ഇങ്ങനെ ഉള്ള ഒരു ടീം ബോൾ കൺട്രോൾ ചെയ്തിട്ട് ഇങ്ങനെ നമ്മളെ ടീമിനെ ഇങ്ങനെ വട്ടം കറക്കാനുണ്ടല്ലോ. അതിൽ മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ പെഡ്രി ഗോൺസാലസ്, അതേപോലെ ഡിജോൺ, ഇവരുടെ ഒരു കോമ്പോ ഉണ്ടല്ലോ ചങ്ങായി. ഇവരുടെ ദിവസമാണെങ്കിൽ ബെസ്റ്റ് ആണ്, അല്ലെങ്കിൽ ബെസ്റ്റ് ഇവരുടെ ഓക്കെ. ഈ ബെസ്റ്റ് കൊടുക്കുന്ന ദിവസം പിന്നെ എതിർ ടീമുകൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതിൽ 100%. ഇന്നലെ പെഡ്രിയുടെ ആ ഒരു പെർഫോമൻസും ഡിജോണിന്റെ പെർഫോമൻസും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അത്രയും സുന്ദരമായിട്ടാണ്. ഈ നമുക്കിപ്പോ സംശയമില്ലാതെ പറയാം വേൾഡ് നമ്പർ 1 മിഡ്ഫീൽഡർ ഇൻ വേൾഡ് റൈറ്റ് നൗ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെഡ്രി ഗോൺസാലസ്. ഇതിൽ യാതൊരു അർത്ഥമില്ല. കുറെ ഗോളുകളും കുറെ അസിസ്റ്റും ഒന്നും ഉണ്ടാവില്ല ചങ്ങായിന്റെ ഇതില്. പക്ഷെ ഒരു കളി എങ്ങനെയാണ് ജയിച്ച കളി അത് ഹോൾഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യുക, അതേപോലെ തോറ്റ കളി എങ്ങനെയാണ് ജയിപ്പിക്കുക എന്നുള്ളത് ഈ ചങ്ങായി വേണം. ഈ ചങ്ങായി ഇല്ലാത്ത കളികള് ബാഴ്സയ്ക്ക് തന്നെയാണ്. ഇന്നലെ യമാലും ബാൽഡയും ഒന്നും ഇല്ലാതാണ് ബാഴ്സ ഇറങ്ങിയത്. യമാൽ ഇല്ലാതെയും ബാഴ്സയ്ക്ക് ജയിക്കാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് ഇന്നലത്തെ കളി കണ്ടു. അതിൽ റഫീനിയൊക്കെ നല്ല പങ്കുവഹിച്ചിട്ടുണ്ട്. എനിക്ക് ഇന്നലെ നിറമങ്ങിയ ഒരു പെർഫോമൻസ് ഫെർമിൻ ലോപ്പസിനാണ്. ഫെർമിൻ ലോപ്പസ് ഭയങ്കര മോശം. എന്താന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം എന്നല്ല, ഇതിന് മുമ്പത്തെ കളിയിൽ ആ 2 ഗോൾഡ് പെർഫോമൻസും ആ ഒരു ഫുൾ വിന്നിങ് ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ ആ കളിയിൽ, അത് ഇന്നലെ കണ്ടില്ല. ഫെർമിന് ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല. ആകെ എനിക്ക് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫെർമിനാണ് ഒരു നല്ല മങ്ങിയൊരു ഫോം. ബാക്കി എല്ലാവരും ഒത്തു കളിച്ചു, നല്ല അടിപൊളിയായിട്ട്. റാഷ്ഫോർഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു റാഷ്ഫോർഡ് കുറച്ചുകൂടെ സ്ട്രൈക്കർ റോളിലേക്ക് വന്നാൽ, ഇന്നലെ അടിച്ച 2 ഗോളുകൾ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 2 ഗോളുകളും ആ സ്ട്രൈക്കർ റോളിലുള്ള ആ ഗോളുകളാണ്. ആ ഹെഡറും അതേപോലെ ആ ഒരു
ഗൺ ഷൂട്ടും. ഇത് രണ്ടും ഒരു സ്ട്രൈക്കറുടെ റോൾ നിന്നിട്ടാണ് ആൾ ചെയ്തിരിക്കുന്നത്. ആള് വിങ്ങുകളിൽ കളിക്കുന്ന സമയത്ത് വിങ്ങുകളിൽ കയറി വരുന്നുണ്ട്, പെനാൽറ്റി ബോക്സിന് പുറത്ത് വെച്ചിട്ട് ഓപ്പോസിറ്റ് ടീമിന്റെ ഡിഫൻഡർമാരുടെ കാലിൽ അവിടെ എന്തൊക്കെയോ ആൾക്കൊരു പരിഭ്രാന്തിയും കാര്യങ്ങളാണ്. ഇനി എന്തായാലും 2 ഗോൾ അടിച്ചു, ആൾക്ക് കോൺഫിഡന്റ് ആണ്. ഇനിയുള്ള മത്സരങ്ങളിൽ ആൾ തിരിച്ചു വരും. എന്റെ ഒരു അഭിപ്രായത്തിൽ ലെമീൻ യമാലും ഒരു വിങ്ങില്, അതേപോലെ റഫീനെ അടുത്ത വിങ്ങില് സ്ട്രൈക്കറായിട്ട് റാഷ്ഫോർഡിനെ കളിപ്പിക്കണം. അത് ഹാൻസി ഫ്ലിക്കിനെ അടുത്ത ആ ഒരു ഇതിലേക്ക് വരുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ അഭിപ്രായം ഞാൻ പറയണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. തീർച്ചയായിട്ടും അങ്ങനെ കളിക്കുകയാണെങ്കിൽ റാഷ്ഫോർഡിന് കുറച്ചുകൂടെ ഗോൾ സ്കോറിംഗ് മെന്റാലിറ്റി കിട്ടും. അതിലൂടെ കുറച്ചുകൂടെ നമുക്ക് ആത്മവിശ്വാസം കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചകായെ പിടിച്ചാൽ കിട്ടില്ല. അപ്പൊ എന്തായാലും റാഷ്ഫോർഡിന്റെ മിന്നിയ മാൻ ഓഫ് ദി മാച്ച് തൂക്കിയിട്ടുണ്ട് ചകായി, മിന്നിയ ഫോമിന്. അതും ഒരു ഇംഗ്ലീഷ് മണ്ണിൽ പോയി കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതില് അടിപൊളിയാണ് ആ കാര്യങ്ങൾ. അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അടുത്തേക്ക് കളിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് ന്യൂകാസിലിനെ കിട്ടിയത്. അതായത് ന്യൂകാസിലിന്റെ മുൻപുള്ള കളികൾ നോക്കിയാൽ മതി, റാഷ്ഫോർഡിന്റെ പെർഫോമൻസ് ന്യൂകാസിലിനെതിരെ തിളങ്ങുന്നതാണ്. അത് ന്യൂകാസിൽ യുണൈറ്റഡ് മനസ്സിലാക്കിയില്ല. അതാണ് ഇന്നലെ അവർക്ക് പറ്റിയത്. ലാസ്റ്റ് 90-ാം മിനിറ്റിൽ ആന്റണി ഗോർഡനിലൂടെ ന്യൂകാസിൽ 2-1 പിടിച്ചു. പക്ഷെ അപ്പോഴും കളി ഒരു സന്തുലിതാവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയത് നമ്മുടെ മിഡ്ഫീൽഡ് തന്നെയാണ്. നമ്മൾ ആ ഒരു മെന്റാലിറ്റി കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗിൽ ഇന്റർ മിലാനെതിരെ കാണിച്ചിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു ഫൈനലിൽ സുന്ദരമായിട്ട് PSG നേരിടാമായിരുന്നു. പക്ഷെ അത് പറയുന്നതും കാര്യമില്ല. അന്നത്തെ പരിചയക്കുറവും അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും, പിന്നെ കൊണ്ടേടിയും ബാൽഡയുടെ ഒക്കെ പരിക്കും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ സംഭവിച്ചത്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് നമ്മുടെ ഹാൻസി ഫ്ലിക്കിന്റെ ബംഗാളിൽ നിന്ന് പറയാം. ചങ്ങായിക്ക് ഏത് പൊസിഷൻ കൊടുത്താലും എന്ത് കൊടുത്താലും ആ പറയുന്ന സാധനം ഗ്രൗണ്ടിൽ നിറവേറ്റും. ഇന്നലെ ഡിഫൻസ് ന്യൂകാസിലിന്റെ വിങ്ങറിലൂടെയുള്ള അറ്റാക്കുകൾ തടയുന്നതിൽ ഒരു സൈഡ് ജെറാർഡ് മാർട്ടിൻ കുറെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എത്ര കൂളായിട്ടാണ് കുറെ കോർണേഴ്സ് വിൻ ചെയ്തു. പക്ഷെ ആ കോർണേഴ്സിലേക്ക് വരുന്ന ബോളുകളൊക്കെ എത്ര സുന്ദരമായിട്ടാണ് അവർ ഡിഫെൻഡ് ചെയ്തത്. ബാഴ്സലോണ ഡിഫൻസും അതേപോലെ ഗോൾ കീപ്പർ ഗ്രാസിയയുടെ കാര്യം എടുത്ത് പറയാൻ പറ്റില്ല, പറയാതിരിക്കാൻ വയ്യ. എന്താന്ന് പറഞ്ഞാൽ അത്രയും സുന്ദരമായിട്ടുള്ള ഈ ന്യൂകാസിലിന്റെ ക്രോസുകളൊക്കെ ഈ ചങ്ങായി അവർക്ക് ഒരു ചാൻസും കൊടുക്കാതെ ഡൈവ് ചെയ്തെടുക്കുന്നത്. അതേപോലെ അടിപൊളിയാണ് ബോള് സപ്ലൈ ചെയ്യുന്നതിലും ആ കറക്റ്റ് പൊസിഷനിൽ നിന്ന് സപ്ലൈ ചെയ്യുന്നതിലും, അതേപോലെ വിജയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ടൈം പാസിങ്ങിന്റെ ഒക്കെ അതൊക്കെ നല്ല സുന്ദരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാരണം അതൊന്നും പറയാനില്ല. പിന്നെ നമുക്ക് ലെവൻഡോസ്കിയുടെ കാര്യം, അതാണ് ഞാൻ പറഞ്ഞത്, ലെവൻഡോസ്കിക്ക് തീർച്ചയായിട്ടും ഒരു ബാക്കപ്പ് അനിവാര്യം. എന്റെ ഒരു അഭിപ്രായത്തിൽ ലെവൻഡോസ്കിക്ക് പകരം നമുക്ക് റാഷ്ഫോർഡിനെ, നേരത്തെ പറഞ്ഞ പോലെ റാഷ്ഫോർഡിനെ സ്ട്രൈക്കർ റോളിൽ കളിപ്പിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ലെവൻഡോസ്കിയും ഫെറാൻ ടോറസിനെ കൊണ്ടുവരിക. ഇതായിരിക്കും കുറച്ചുകൂടെ ഇനി ബാഴ്സയ്ക്ക് കുറച്ചുകൂടെ നല്ല ഒരു ഇത്. എന്താ പറഞ്ഞാൽ ആ ഒരു സ്ട്രൈക്കർ റോളിൽ കളിക്കേണ്ട ഒരു എബിലിറ്റി റാഷ്ഫോർഡിനുണ്ട്. അത് നമ്മൾ ഇന്നത്തെ മത്സരത്തിൽ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഹാൻസി ഫ്ലിക്കിന്റെ ഓഫ് ലൈൻ ട്രാപ്പ്, നമ്മുടെ മാർട്ടിനസ് പോയ ശേഷം നമുക്ക് ഇന്നലെ ഉണ്ടായിരുന്ന സ്ട്രൈക്കർ അറോഹോയും അതേപോലെ ഡിഫൻഡർമാരായിട്ടുണ്ടായിരുന്ന അറോഹോയും കുബാസയാണ്. പക്ഷെ കുണ്ടയും അതേപോലെ ജെറാർഡ് മാർട്ടിനും ഇതൊക്കെ ഉണ്ടായി. ഇവര് 4 പേരുള്ള ഓഫ് ലൈൻ ട്രാപ്പ് ഒരു 4-5 ഒക്കെ വിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ മാർട്ടിനസ് ഉണ്ടായിരുന്ന സമയത്തുള്ള ആ ഒരു വിന്നിങ് ഉണ്ടല്ലോ, ആ ഒരു ഓഫ് ലൈൻ ട്രാപ്പിൽ കൊടുക്കുന്ന ഒരു വിന്നിങ്, അത് മറികടക്കാൻ വേണ്ടി ന്യൂകാസ്റ്റലിന്റെ വിങ്ങുകളിൽ ഒരുപാട് ശ്രമങ്ങൾ നടത്തി. അതിൽ 2-3 വിജയിക്കുകയും ചെയ്തവർ. അപ്പൊ അതൊരു ഡേഞ്ചർ സിറ്റുവേഷനിലാണ് ഇപ്പോഴും കിടക്കുന്നത്. അത് ഒഴിച്ചു നിർത്തിയാൽ ഇന്നലെ ബാഴ്സ എന്താ പറയുക, ന്യൂകാസ്റ്റലിന്റെ അവിടെ പോയി കത്തിയ ന്യൂകാസ്റ്റലിനെ, തീയിട്ട ന്യൂകാസ്റ്റലിനെ അങ്ങനെ വെള്ളം ഒഴിച്ച് തണുപ്പിക്കുക എന്നല്ല, അങ്ങനെയാണ് ചെയ്തത്. സുന്ദരമായ 2 ഗോളിലൂടെ അങ്ങനെ ബാഴ്സലോണ വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവരുടെ സ്റ്റാറ്റസിലേക്ക് ഒന്ന് കടന്നാലോ. സ്റ്റാറ്റസിൽ നോക്കുകയാണെങ്കിൽ ഇന്നലെ കളി തുടങ്ങി 58-ാം മിനിറ്റിലാണ് ആദ്യ ഗോൾ റാഷ്ഫോർഡ്, 67-ാം മിനിറ്റിൽ രണ്ടാമത്തെ ഗോള്, 90-ാം മിനിറ്റിൽ ന്യൂകാസ്റ്റലിന് വേണ്ടിയിട്ട് ആന്റണി ഗോർഡൻ ഒരു ഗോൾ നേടി. അങ്ങനെ 2-1 അപ്പോൾ ഈ 2-1 ആയിരിക്കുമ്പോഴും കൂളായിട്ട് തന്നെയാണ് ബാഴ്സലോണ കളിക്കേണ്ടായിരുന്നു. നമുക്ക് സ്റ്റാറ്റസിലേക്ക് നോക്കിയാൽ 10 ഷോട്ടുകളാണ് ന്യൂകാസ്റ്റൽ യുണൈറ്റഡ് എടുത്തത്. അതിൽ 6 ഓൺ ടാർഗറ്റിലേക്കായിരുന്നു. അതിൽ 5 സേവ് ചെയ്തിട്ടുണ്ട് ചങ്ങായി ഗ്രാസിയ. നമുക്ക് ബാഴ്സലോണ കാര്യം നോക്കുന്ന 19 ഷോട്ടുകൾ എടുത്തിട്ട് അതിൽ 5 മാത്രമാണ് ഓൺ ടാർഗറ്റിലേക്ക് പോയത്. അതിൽ 2 ഗോളാക്കിയിട്ടുണ്ട്. പൊസിഷൻ നോക്കുകയാണെങ്കിൽ 30%, 65% ബാഴ്സലോണ എടുത്തപ്പോൾ 30% ന്യൂകാസ്റ്റൽ ഉണ്ടായിരുന്നത്. നമുക്ക് പാസിംഗ് നോക്കിക്കഴിഞ്ഞാൽ 282 പാസും, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ടീമുകളുടെ കളി നോക്കിക്കഴിഞ്ഞാൽ അവർ ഏകദേശം ഒരു 300-400 ആ ലെവലിലാണ് പോവുക. ബാഴ്സലോണ ആയിക്കോട്ടെ 539 പാസുകൾ കംപ്ലീറ്റ് ചെയ്തു. പാസിംഗ് അക്യുറസി 72% ന്യൂകാസ്റ്റൽ യുണൈറ്റഡ് ഉണ്ടായിരുന്നപ്പോൾ ബാഴ്സലോണ 85%. ഫൗൾസ് കമ്മിറ്റ് ചെയ്ത് 11-ഉം 12-ഉം ആണ്. അതേപോലെ യെല്ലോ കാർഡ് കിട്ടിയത് 2-ഉം 4-ആണ്. ബാഴ്സയ്ക്ക് 4 യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. റെഡ് കാർഡുകളൊന്നുമില്ല. ഓഫ് സൈഡ് 3 ഓഫ് സൈഡ് ട്രാപ്പുകൾ ഉണ്ടായിരുന്നു, അത് വിജയിച്ചു. നമുക്ക് കോർണേഴ്സ് നോക്കുകയാണെങ്കിൽ ന്യൂകാസ്റ്റൽ യുണൈറ്റഡ് ഏറ്റവും കൂടുതൽ 6 കോർണേഴ്സ് വിൻ ചെയ്തപ്പോൾ ബാഴ്സലോണ 4 കോർണേഴ്സ് മാത്രമാണ് വിൻ ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചാമ്പ്യൻസ് ലീഗ് തുടങ്ങുമ്പോൾ യമീൻ യമാലും ബാൽഡെ ഒന്നും ഇല്ലാതെ ബാഴ്സലോണ ഈ ഒരു കളി കളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇനിയുള്ള കളികൾക്ക് വേണ്ടി കാത്തിരിക്കാം. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.